നമ്മുടെ സ്കൂൾസ് അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ് ഇതെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുന്ന കുട്ടികളിൽ കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് സമ്മതിക്കുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്കൂൾസ് എന്ന് പറയുന്നതും എക്സാംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. ഇത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെ മുന്നേ ഉള്ള തലമുറ അനുഭവിച്ചിട്ടുണ്ട്, അതിന് മുന്നേ ഉള്ള തലമുറ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരുപാട് നാളായിട്ട് സ്കൂൾസും എക്സാംസും അതുവഴി വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷനോ അല്ലെങ്കിൽ കുട്ടികളോ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ്. അത് അവരുടെ കുറ്റമല്ല, അവരുടെ പാരൻസ് അവരെ അങ്ങനെ വളർത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് അവരെ അങ്ങനെ വളർത്തുന്നത് കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. സപ്പോസ് ഇപ്പം നമ്മുടെ പാരൻസ് ഒക്കെ അല്ലെങ്കിൽ ഈവൻ ഒരു ഇപ്പോഴുള്ള പാരൻസ് അവരുടെ പാരൻസും ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് കരുതിയിട്ട് അവരാരും കയറ് പൊട്ടിച്ചോടാനോ അല്ലെങ്കിൽ അപ്പം തന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കാനോ ഒന്നും പോവാറില്ല. മേ ബി ഉണ്ടായിരിക്കാം, പക്ഷെ അവരുടെ പെർസെൻറ്റേജ് വളരെ 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 കുറവായിരിക്കാം. 10,000-ൽ 1-ഓ 2-ഓ അല്ലെങ്കിൽ 1,00,000-ൽ ഒരാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത്. അല്ലാതെ ആരും ഓക്കെ അടുത്ത വട്ടം എഴുതിയെടുക്കാം എന്നുള്ളതായിരിക്കും. കാരണം അവർ ഓൾറെഡി സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ടീച്ചേഴ്സ് അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. പഠിക്കാത്തതിന് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതികളെ കാണിക്കുന്നതിന് ബാക്കിയുള്ള കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചിലപ്പോൾ 2 വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു അടി കൊടുത്തിട്ടുണ്ടാവും, ഡെസ്കിൻ്റെ മേളിലോ ബെഞ്ചിൻ്റെ മേളിലോ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും, അവരെ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അവർ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലുള്ള ചെറിയ ചെറിയ എക്സാംസിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാർക്ക് കുറവോ അല്ലെങ്കിൽ ഫെയിൽ ആവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ വീട്ടിൽ നിന്ന് അതിനുള്ള ചിലപ്പം കുറച്ച് വഴക്ക് കിട്ടുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ബേസിക്കലി അവർ മെൻ്റലി പ്രിപ്പയർഡ് ആണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു പോയാൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെൻ്റലി പ്രിപ്പയർഡ് ആണ്.